ഇപ്പൊ തന്നെ പുള്ളിക്കാരി നോക്കുന്ന ആരെന്നറിയോ? താജ്മഹൽ പണി ഞങ്ങൾ താജ്മഹൽ. ഞാൻ പറഞ്ഞ് ചേട്ടന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അല്ലെ? കൂടാന്ന് പറയാൻ പറ്റില്ല, കൂടാൻ തോന്നില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും കിളികളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ചെറുതും വലുതുമായ കിളികളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കൊത്തുണ്ടാക്കത്തില്ലേ? ഇവന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടത്തില്ലേ? ബാ ഇതാണ്ട് ഈ പുറകെ ഇരിക്കുന്നുണ്ടല്ലോ ഒരു കിളിക്കൂടാണ് കേട്ടോ. ഒരു കിളിക്കൂടല്ല, 44 കിളിക്കൂടാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഒത്തിരി കിളിക്കൂട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഇതുപോലെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബോക്സസ് വെച്ച് കഴിഞ്ഞാൽ കിളിക്കൂട് വൃത്തിയിടാം. ബോക്സസിന് വരെ എന്നാ ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ, ഇതിനകത്ത് ഏകദേശം 44 കിളികൾക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഹോളോ സിലിണ്ടർ ആണ്, ഒരു ഹെക്സഗൺ ആണ് കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി ഇത് ഒരു ക്യാബിനാണ്. ആക്ച്വലി നോക്കുവാണെങ്കിൽ ഇതൊരു ക്യാബിനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, നോക്കട്ടെ. ഇതുപോലത്തെ അങ്ങ് താഴെ വരെയുണ്ട്, ഇതിലും വഴിയുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും, അതായത് ഇതൊന്നും ഈ കാണുന്നതല്ല, ഇൻഡിവിജ്വൽ കൂടുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തൂക്കിയിടുന്ന ഒരു കൂടുണ്ട്, ഇതുണ്ടോ, ഇതേലും ഉണ്ട്. ഇതിന്റെ ബേസ്മെന്റ് നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ നിന്നും കിളികൾക്ക് കയറാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇവിടെ വരുവാണെങ്കിൽ ഇതിലും വഴി കയറാൻ പറ്റും. ഇതിന്റെ നടുക്ക് സെപ്പറേഷനും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് 12 കൂട് ബേസ്മെന്റ് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് അറിയാം, കാരണം അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാകത്തില്ല. ഇത് ഉണ്ടാക്കുന്ന കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും ഈ കൂട് എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കും, പക്ഷേ ഇത് ആക്ച്വലി കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വന്നതല്ല. ചേട്ടൻ നമ്മുടെ ഉണ്ടല്ലോ കിച്ചൺ കബോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ ആളെ കൊണ്ട് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കുന്ന ആഞ്ഞിലിയുടെ തടിയിലാണ് കേട്ടോ. അതിന് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി അളവിന് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തടി നന്നായിട്ട് ചിന്തയിലിട്ട് മിനുസപ്പെടുത്തുവാണ്. അതിനുശേഷം കൂടുകളെ തമ്മിൽ വേർതിരിക്കാനായിട്ട് ഹെക്സഗൺ ഷേപ്പിൽ തടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഹെക്സഗൺ ആയിട്ടുണ്ട്. ഇതുപോലത്തെ 15 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ചേട്ടന്മാർ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കും. ഇതുപോലെ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കും. അതിനകത്തെല്ലാം നമ്മുടെ ഫിഞ്ചിനും ജാവയ്ക്കും കയറാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ തുളകൾ ഇടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള കൂടെ ആയിരിക്കും അല്ലേ? വീട് പുറത്തെ കുഞ്ഞൊരു വീട് പോലെ കേട്ടോ. അപ്പൊ എന്നാൽ നമ്മൾ ബാക്കി പണി കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ, നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഹെക്സഗൺ ഷേപ്പുകളെല്ലാം നമ്മുടെ തടിയിൽ വെച്ച് ആണി അടിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു സിലിണ്ടറിനകത്ത് എത്ര കൂടുകളുണ്ടെന്ന്. അതിനുശേഷം തടി വെച്ച് അതിനെ കവർ ചെയ്തിട്ട് ഒരു മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് എല്ലായിടത്തും ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ആണി അടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ കിളിക്കൂട് സ്ട്രോങ് ആയി. ഇനി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്യാപ്പിലും ഒരു തടി ഒട്ടിക്കുന്ന പശ വെച്ച് നന്നായിട്ട് ഒട്ടിക്കുവാണ്. ആദ്യം ഉണ്ടാക്കിയതുപോലെ ഒരു സ്ട്രക്ചറും ഉണ്ടാക്കുന്നുണ്ട്. സെയിം പ്രൊസീജിയറാണ്. അതേപടി തന്നെ അതേ അളവിൽ ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എത്ര സൂക്ഷ്മമായിട്ടാണ് അവരത് വർക്ക് ചെയ്യുന്നതെന്ന്. കുറെ പണിയൊക്കെ ചെയ്ത് മടുത്തു കഴിയുമ്പോഴേക്കും അവർ മനുഷ്യരാണല്ലോ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് പ്രാവിന് കൂടുണ്ടാക്കുന്ന ചേട്ടന്മാരാണ് കേട്ടോ. പ്രാവിനും ഫിഞ്ചസിനും താജ്മഹൽ പണി ഞങ്ങൾ താജ്മഹൽ അല്ലേ? വെറൈറ്റി കൂടായിരിക്കും അല്ലേ? ഈ സ്ഥലത്ത് ഇല്ലാതെ ഞങ്ങൾ വെറൈറ്റി കൂടി ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ, ഫിഞ്ചസിന് വേണ്ടിയിട്ടൊക്കെ. ഇവിടെ വന്നിട്ട് കിളിക്കൂട്ടിനകത്ത് കയറിയായിരുന്നു ഇത്രയും ദിവസം. ആദ്യമായിട്ട് കയറി കാണുക. പുള്ളി ഒന്ന് കുളിപ്പിക്കും കേട്ടോ ഞങ്ങള്. മീനല്ലേ? അങ്ങനെ മീനിനൊക്കെ തീറ്റ കൊടുത്തിട്ട് അവരിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സിലിണ്ടറിനെ കണക്ട് ചെയ്യാനായിട്ട് നടുക്ക് ഒരു കൂടുണ്ടാക്കുവാണ്. ഇതേ കണ്ടല്ലോ, ആ നടുക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തും ഏകദേശം 4 കൂടുകളുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു 2 സിലിണ്ടറിനെ ജോയിൻ ചെയ്യുവാണ്. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം അതിനെല്ലാം ആണി അടിച്ച് നല്ല വൃത്തിയായിട്ട് ഉറപ്പിക്കുവാണ്. ആണി അടിക്കുക മാത്രമല്ല കേട്ടോ, തടി ഒട്ടിക്കുന്ന ഒരു പശയുണ്ട്. അതും കൂടെ വെച്ച് ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂട് നല്ല സ്ട്രോങ് ആകും. നമ്മുടെ സെൻട്രൽ പോർഷനിൽ ഏകദേശം 4 കൂടുകളാണ് കേട്ടോ വരുന്നത്. അതും നന്നായിട്ട് ആണി അടിച്ച് ഉറപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെൽഡിങ് വർക്കുകളുണ്ട്. മേളിൽ ഒരു കമ്പി വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെൽഡിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ കിളിക്കൂട്ടിൽ നമ്മുടെ കിളികൾക്ക് കയറാനായിട്ടുള്ള തുളയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട് കംപ്ലീറ്റ് ആയി. ഞാൻ താജ്മഹൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേക്ക് ഈ മനുഷ്യൻ ശരിക്കും താജ്മഹൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനകത്ത് എത്ര കൂടുണ്ട് മൊത്തം? 38. എത്ര ദിവസത്തെ തച്ച? ഒറ്റ ദിവസത്തെ? 3 ദിവസം തച്ചാവും. അല്ല, ബായി പണിത് ഒരു ദിവസം കൊണ്ട് പണിതാണ്. ഒറ്റ ദിവസം കൊണ്ട് പണിതാണ്. എന്റെ അടുത്ത് ഈ കൂടെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞപ്പോഴേക്കും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഐഡിയ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ് ചേട്ടന്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അല്ലെ? എന്നെ വരച്ച് കാണിച്ചു, ഇങ്ങനെ ചെയ്യാം, ഇച്ചിരി ഭംഗിയായിട്ട് തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഒത്തിരി ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ലാലെ. താങ്ക് യു സോ മച്ച്.
ചേച്ചി കൂടെ എങ്ങനെയുണ്ട്? നല്ല കൂട് അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്ര പ്രതീക്ഷയില്ലോ അടിപൊളി കൂട്, ഇത്രയും പ്രതീക്ഷയില്ല. അല്ലേ? കൂടാന്ന് പറയാൻ പറ്റില്ല, കൂടാൻ തോന്നില്ല കണ്ട്. കൂടാൻ തോന്നില്ല. അത് ഫിഞ്ചസിന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കൂടെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ കമന്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ തരാം. വേറെ പ്രോമിസ് കൂടെ പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം കൂടെ ഉണ്ടാക്കുമ്പോഴേക്കും 100 കൂടാക്കി തരാം. 100 കൂട്. ഈ സെയിം ഡയമെൻഷനിൽ പുള്ളി 100 കൂടെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് പറയണോ? ഇവരുടെ അടുത്ത് റിവീൽ ചെയ്യണം. എങ്ങനെ നമുക്ക് ഈ പറയണ്ട സസ്പെൻസ് ആക്കി വെക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. അതുപോലെ തന്നെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രാവിനുള്ള കൂടാണ് കേട്ടോ. പ്രാവിന് നമ്മൾ നോർമൽ കൂടാണ്. ഇത് കണ്ടോ, 3 പേരിനുള്ള കൂട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 3 പേരിന്. നമുക്കിപ്പോ ആക്ച്വലി 4 പേരേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പേരിനോട് മേടിക്കാം. അപ്പൊ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ കൂടെ എടുത്ത് കിളിക്കൂട്ടിനകത്തേക്ക് വെക്കാം. എടുത്തങ്ങോട്ട് വെച്ച് കറക്റ്റ് സൈസ് ആണ്. ഇച്ചിരി പൊക്കം കൂടി നമുക്ക് ഇതിനകത്ത് കയറ്റണമെങ്കിൽ വലിയ വാല് തുറക്കേണ്ടി വന്നേ. ഇന്ന് പോലെ നമ്മുടെ കിളിക്കൂട്ടിലുള്ള ഫിഞ്ചസും ജാവയൊക്കെ ഇഷ്ടം പോലെ മുട്ടയിടും കേട്ടോ. ഓൾറെഡി മുട്ട ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ കിളിക്കൂട് വെക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സപ്പോർട്ട കണ്ടോ. സപ്പോർട്ട അത്യാവശ്യം നല്ല തളിരൊക്കെ വന്നിട്ടുണ്ട്, വളർന്ന് കയറുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കും അടിയിൽ. അപ്പൊ ഇത് വിട്ടൊന്നും പോകത്തില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ എടുത്ത് വെക്കാൻ പാകത്തിന് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ആ മൈ ഗോഡ് ഗൈസ്, മണിയന്റെ ഉറക്കം നിങ്ങൾ കണ്ടോ? ഇത് പുള്ളി ഇങ്ങനെയാണ് ഉറങ്ങുന്നത് കേട്ടോ. കറക്റ്റ് ഈ വവ്വാലൊക്കെ കിടന്ന് ഉറങ്ങുന്നല്ലേ പുള്ളി ഉറങ്ങുന്നത്. ഇത് കണ്ടോ? ഇവിടെ ഒരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ശോഭന ഊഞ്ഞാലാട്ടോ. ഇപ്പൊ തന്നെ പുള്ളിക്കാർ നോക്കുന്ന ആരെന്നറിയോ? ആയിരിക്കുന്ന വോക്കറ്റേനെ നോക്കുന്നത്. അപ്പൊ അവൻ ചെന്ന് ചുമ്മാ കളിക്കാനായിട്ട് പിടിച്ചാൽ പോലെ അവർ ചത്തുവും. അതുകൊണ്ട് ശോഭ ഇസ് നോട്ട് അലൗഡ് ഇൻസൈഡ് ദ കിച്ചൺ. തട്ടി മാറ്റുന്നു. പിന്നെ സാധനം അടി നമ്മൾ കൂടെ എടുത്ത് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മേളിട്ട് വെച്ച് നമ്മളെ കറക്റ്റ് അളവിന് ഉണ്ടാക്കിയത്. ഇത് കണ്ടോണേ, ഇത് കണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കൂടിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഓൾറെഡി ഒരു ഫിഞ്ചസ് ഇവിടെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സപ്പോർട്ട് വളർന്നു കഴിയുമ്പോഴേക്കും ഇതിനിടയ്ക്കൂടെയൊക്കെ വളർന്നത്. പിന്നെ നമ്മളാണെങ്കിൽ എന്തെങ്കിലും വള്ളിച്ചെടി വല്ലോ ഇതിലോട്ട് കയറ്റിയിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇരിക്കുന്നത് ഇവിടെയാണ്. അധികം സ്പേസ് ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 40 ബോക്സ് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ 50 ബോക്സ് വെക്കുവാണെങ്കിൽ ഈ ഷിഫ്റ്റ് മൊത്തം കവറായി പോകും. അത് കാണാനായിട്ട് അത്ര ഭംഗി കാണത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ലാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇനി തൂക്കിയിടുന്ന സാധനം കൂടെ എടുത്ത് വെക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് തൂക്കിയിടാം. ഇവിടെ സൈഡിൽ പപ്പ അപ്പർ സൈഡിൽ ഇടുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിളിക്കൂട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി കാണുമായിരിക്കും ഇതിനകത്ത് കിളിക്കൂട് വെക്കുമല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ കിളിക്കൂട് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ അവസ്ഥ എന്താണ്. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുവാണ്. കിളിക്കൂട്ടിലെ കിളികളുടെ അവസ്ഥയെല്ലാം കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ ഇന്ന് കിളിക്കൂട്ടിലെ കിളികൾക്ക് തീറ്റ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കാം. അതുകൊണ്ട് അങ്ങനെ കിളികൾക്ക് തീറ്റ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കിളിക്കൂട്ടിലുള്ള കിളികളെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ് കേട്ടോ. നമ്മൾ രാവിലെ മുയലിനുള്ള പുല്ല് പറിച്ചുകൊണ്ട് കൂട്ടിലിട്ട് കഴിയുമ്പോഴേക്കും ആദ്യം വരുന്ന മുയലല്ല, ആദ്യം വരുന്ന ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇവർക്ക് ഈ പുല്ല് ഭയങ്കര ഇഷ്ടമാണ്. ആ പുല്ലിലെ തളിരിലകളും അതുപോലെ തന്നെ അതിന്റെ അരിയൊക്കെ ഇവന്മാരിരുന്ന് ആദ്യമേ കഴിക്കും. അതിന്റെ ശേഷമായിരിക്കും നമ്മുടെ മുയൽ വരുന്നത്. മുയൽ ഒറ്റയ്ക്കല്ല വരുന്നത്, അതിന്റെ കൂട്ടത്തിൽ കോക്കറ്റെയിലും കാണും, അതുപോലെ ഫിഞ്ചസും കാണും. ഫിഞ്ചസിനും ഈ പുല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവന്മാർ ഈ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഡയമണ്ടവും അത് കാണാനായിട്ട് വരും. പക്ഷെ ഇവർ പുല്ല് കഴിക്കത്തില്ല, ഇവരത് കാണാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വരുന്നതായിരിക്കും. പിന്നെ നമ്മളൊക്കെ അങ്ങ് മാറി കഴിയുമ്പോഴാണ് ജാവ വരുന്നത്. ജാവയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മളെ അത്രയും ഫ്രണ്ട്ലി അല്ല അവർ. പക്ഷെ നമ്മൾ മാറി കഴിയുമ്പോഴേക്കും അവർ വരും. അവർ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ പുല്ലിന്റെ ഒരു പൊടി പോലും കാണത്തില്ല. മുയലിന് കഴിക്കാനുള്ള പുല്ല് പോലും കിട്ടത്തില്ല. എന്നാൽ വേറെ ചിലപ്പോൾ വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അവന്മാർ ഈ പുല്ലാണ് അവന്മാർക്ക് ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് പോയിട്ട് കൂടുണ്ടാക്കുന്നത്. ഇത് കണ്ടോ, അങ്ങനെ കൂടുണ്ടാക്കി മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു കിളിയാണ് ആ കാണുന്നത്. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് തെനയെടുത്ത് കൈ പിടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ലോങ് ടൈൽ ഫിഞ്ച് വരും. ഇവന്മാർക്ക് നമ്മളെ ഒട്ടും പേടിയില്ല കേട്ടോ. എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ ഇവന്മാർ നമ്മുടെ കയ്യിൽ വന്നിരുന്നിട്ട് തേനയൊക്കെ കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് വന്നെന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും ഫിഞ്ചസും കൂടെ വരും. ഫിഞ്ചസിന് എല്ലാവർക്കും അങ്ങനെ പേടിയൊന്നും പോയിട്ടില്ല, എന്നാലും 2-3 പേടിയൊക്കെ പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ പുള്ളിക്ക് യാതൊരു പേടിയില്ല. നമ്മൾ കൈ അനയ്ക്കാലും വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലൊക്കെ പുള്ളി അവിടെ ഇരുന്ന് പുള്ളിയുടെ പണി ചെയ്തോളും, പുള്ളി അവിടെ ഇരുന്ന് കഴിച്ചോളും. ഇത് ഇപ്പം കാണുന്നത് ഫിഞ്ചിൻ്റെ വേറെ ഐറ്റമാണ് കേട്ടോ. ഇത് കോമ്പസ് ഫിഞ്ച് എന്ന് പറയും. നല്ല കറുത്ത കളറാണെന്ന് തോന്നുമെങ്കിലും അതിനൊരു നീല കളറാണ് കേട്ടോ. ഒരു കുയിലിൻ്റെയൊക്കെ കളറാണ്. അതുപോലെ ഫിഞ്ചസ് എല്ലാവരും ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഫിഞ്ചസ് ഒക്കെ അവിടെ ഇരുന്ന് തീറ്റ വരുന്നതൊക്കെയാണ്. നമ്മളിപ്പോൾ കിളിക്കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഫിഞ്ചസ് ആണ്. അതിനകത്ത് വൈറ്റ് ഉണ്ട്, പിന്നെ ഒത്തിരി കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. അത് വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി ഫിഞ്ചുകളുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് തന്നെ പലരും കുളിയൊക്കെ കഴിഞ്ഞ് തൂവലൊക്കെ ഉണക്കുന്ന ധൃതിയിലൊക്കെയാണ്. അതുപോലെ തന്നെ ഇവന്മാർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂടുള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കിളികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിഞ്ചസ് ആണ്. അവരാണ് കൂടുണ്ടാക്കലും അതുപോലെ രാവിലെ തന്നെ കുളത്തിലിറങ്ങി കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ചോട്ടുവിൻ്റെയും മോട്ടുവിൻ്റെയും പുല്ല് കിളി തിന്നു കഴിഞ്ഞാൽ അവരുടെ തീറ്റ ചോട്ടും മോട്ടും തിന്നുന്നത്. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ കൂടുണ്ടാക്കിയ ആൾക്കാർ കേട്ടോ, ജാവ. നമ്മുടെ കിളിക്കൂടിലെ ഏറ്റവും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കിളികൾ ഇവരാണ് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ദേഹത്ത് ഒരിക്കലും ചെളി കാണത്തില്ല. ഫുൾ ടൈം ഒരുമാതിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി നടക്കുന്ന പോലെയാണ്. കാരണം അത്രയ്ക്ക് ക്ലീനാണ്.
പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഇവർ കിളിക്കൂട്ടിൽ കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുണ്ടോ, ഒരുത്തം വന്നിട്ട് കിളിക്കൂട്ടിൽ ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അവന് പറ്റിയ കൂടാണ് അത് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ കുറേ നേരം നോക്കിയിരിക്കണം കേട്ടോ. പുള്ളി ഒരു കൂട്ടി കയറുന്നു ഇറങ്ങുന്നു, കൂട്ടി കയറുന്നു ഇറങ്ങുന്നു. അവൻ ഫുള്ള് ചെക്ക് ചെയ്യുവാണ്. കിളികൾ പെട്ടെന്നൊന്നും കൂടെ അങ്ങനെ ചൂസ് ചെയ്യത്തില്ല. സേഫ് ആണെങ്കിൽ മാത്രമേ അവർ കൂടെ എടുക്കത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും കിളികളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ചെറുതും വലുതുമായ കിളികളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കൊത്തുണ്ടാക്കത്തില്ലേ, ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടത്തില്ലേ? എസ്പെഷ്യലി നമ്മുടെ പ്രാവ് ഏറ്റവും വലിയ കിളിയാണ്. അപ്പോൾ ഇവന്മാർ നമ്മുടെ കുഞ്ഞു കിളികളെയൊക്കെ കഴിക്കത്തില്ലേ, കൊത്തത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല. നിങ്ങളതേ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നോക്കിയാൽ മതി. നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ഇതിനകത്ത് ഒരു ഇനം കിളികൾ മാത്രമല്ല, എല്ലാ ഇനത്തിലുള്ള കിളികൾ ഇരിപ്പുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും വലിയവരും ഏറ്റവും ചെറിയവരും അടുത്തടുത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. ഈ ഇരിക്കുന്ന നമ്മുടെ റോസല്ലയാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള കിളികളാണ്. നമ്മൾ ഇവർക്ക് ഇട്ടിരിക്കുന്ന പേര് റോസമ്മയും ലോനപ്പനും എന്നാണ്. ഇവരും രാവിലെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവർ നമ്മുടെ അടുത്ത് അത്ര അങ്ങോട്ട് ഇണങ്ങിയിട്ടൊന്നുമില്ല, മാറി മാറി ഇരിക്കത്തേ ഉള്ളൂ. ഇവരുടെ നടപ്പിന് അതൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര സ്ലോ മോഷനായിട്ടാണ് നടക്കുന്നത് കണ്ടോ. അവരും രാവിലത്തെ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവന്മാർ നമ്മൾ ഇണക്കിയെടുക്കും. പിന്നെ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ പുതിയതായിട്ടുണ്ടായ പ്രാവും കുഞ്ഞ് താഴെ പോയി. ഒരു കുഴപ്പമില്ല, ഒന്നും പറ്റിയൊന്നുമില്ല. ഞാനായിട്ട് തിരിച്ചെടുത്ത് ഞാൻ കൂട്ടിൽ വെച്ചു. പക്ഷേ പുള്ളിക്ക് കൂട്ടിലിരിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. ഇവൻ പുറത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോട്ടും മുട്ടും ഒക്കെ ഇവന്റെ ഫ്രണ്ട്സായി. അവരിവനെ ഒന്നും ചെയ്തില്ല. ഫുൾ ടൈം ഇവന്റെ കൂട്ടത്തിലൊക്കെയാണ്. ഇവനെ തൊട്ടും മാന്തിയൊക്കെ നടക്കും. ഇവനും തിരിച്ച് കൂട്ടി കയറാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല. കൂട്ടിലെടുത്ത ദിവസം ഇവൻ പുറത്തെയാടും. ഇവൻ ഫുള്ള് കൂട്ടിൽ എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, പുള്ളി കുളത്തിന്റെ സൈഡിലേക്ക് പോവാണ്. കുളത്തിന്റെ സൈഡിലേക്ക് പോകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ കാണും, കുളത്തിൽ വീഴുമെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ല. ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അമ്മയാണ് കേട്ടത്. അപ്പോൾ പുള്ളിക്കാരെ ഇടുന്ന ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ്. കുറേ നേരം പുറകെ നടക്കും. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇതിൻ്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. പക്ഷേ കുറേ നേരം പുറകെ നടന്നാലേ ഉള്ളൂ തള്ള കൊടുക്കത്തുള്ളൂ. ഇത് കണ്ടോ, എന്നിട്ട് അവസാനം കൊടുക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ. എനിക്ക് തോന്നുന്നത് അവളെ പഠിപ്പിക്കുവാന്ന് തോന്നുന്നു, ട്രെയിൻ ചെയ്യുവാന്ന് തോന്നുന്നു. ഇപ്പം അപ്പയാണെങ്കിൽ കിളികൾക്ക് കുറച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കടല. അപ്പോൾ നമുക്കിത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ അണ്ണാറക്കണ്ണന്മാർക്ക് കൊടുത്ത് നോക്കാം. എടി പെണ്ണെ പാടി ബാ. ഉമ്മ എന്നെ കടിച്ചാലേ വന്നത് കേട്ടോ. എനിക്ക് പേടിയാണ് ഇവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനൊരു ഇച്ചിരി കടല കൊടുത്തു, അത് കഴിക്കുവാണ്. ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ പെണ്ണാണ് കേട്ടോ. അവൾ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അടുത്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. പുള്ളിക്കാരി അത് കഴിക്കുവാണ്. നോക്കി കഴിക്കുന്ന നോക്കി. എടി പെണ്ണേ, ഇതാണ് നമ്മുടെ മോളിയാണ് കേട്ടോ. ഇത് അടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം വിചാരിച്ചിട്ട് പുള്ളിക്കാരി എന്നെ കടിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ കടിയും കാര്യങ്ങളൊന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ക്ലോസ് ഫീഡ് ചെയ്യുന്ന. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ അത്രയും ടേംഡും കാര്യങ്ങളൊന്നും അല്ല. ഇവർ കടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരി ഒരു കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി എന്നെ കടിക്കുകയോ ചെയ്തിട്ടൊന്നും ഇല്ലേ. അടുത്തെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അടുത്ത് നോക്കുവാണ്. നമുക്ക് ഒരെണ്ണം കൂടി എടുത്ത് കൊടുക്കാവേ. എൻ്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏതാ കഴിക്കേണ്ടെന്ന് പുള്ളിക്കാരിക്ക് കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം കളയുവാണോ? അങ്ങനെ കണ്ടല്ലോ നമ്മുടെ പുതിയ കിളിക്കൂടിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഇനി കിളി മുട്ടയിടുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് കിളികൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ്. ജാവേ ഫിഞ്ചസുമാണ് മുട്ടയിടാൻ വേണ്ടി ചാൻസ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം, നമ്മുടെ ഫിഞ്ചസിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറായിട്ടുണ്ട്. ഏകദേശം 10 ദിവസമായിട്ട് അടയിരിക്കുന്നു. ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ വിരിയും. അത് വിരിഞ്ഞാൽ ഉടനെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് എസ്മി സെവൻസിലേക്ക്. പിന്നെ നമ്മുടെ കിളിക്കൂടും ഞാൻ ഇവിടുത്തെ കിളീനെ കാണിച്ചിട്ട് വില പറയുമ്പോഴേ ഈ മനുഷ്യൻ പറയാണ് ഇവരുടെ നാട്ടിൽ ഇതിനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ. എന്നാടാ പെണ്ണേ, കൈ തീറ്റുണ്ടോ നോക്കുവാണോ? എൻ്റെ സുഹൃത്താണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടായത്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. കൈ തീറ്റൊന്നും ഇല്ലെങ്കിൽ പോലും കൈ എടുത്ത് വെച്ചാൽ പുള്ളി വരും. എന്നാടാ ഒരു ഹായ് പറഞ്ഞ് എല്ലാവർക്കും വീട്ടിൽ അയക്കാൻ പറഞ്ഞ്. ഒരു പ്രാവശ്യം തീറ്റ കൊടുത്തുള്ളൂ. ഇവർ പിന്നെ കൊടുക്കുവാണ് കേട്ടോ. ഫേമസ് ആയി കഴിയുമ്പോൾ ഇനി ഞങ്ങൾ പണിക്ക് വിളിച്ചാൽ വരാതിരിക്കുമോ? കേരളത്തിൽ ഫേമസ് ആയി കഴിയുമ്പോഴേ സെക്കൻഡ് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്